ഹലോ ഓൾ, എല്ലാവർക്കും ആയിട്ടുള്ള മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇനി 2024, 25, 26 നമുക്കുള്ളത്. സോ നമ്മുടെ 2026 UPSC പ്രിലിംസ് എക്സാംസ് ഇപ്പോഴാണ് കഴിഞ്ഞത്. സോ അതിൻ്റെ ആൻസർക്ക് ഒഫീഷ്യലി UPSC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഒരുപാട് പേര് 2026 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആൻസറിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2026 ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ 2024, 25 നെക്സ്റ്റ് സെക്ഷൻസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് 2026 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആൻസർ മാത്രമേ നോക്കി പോകുന്നുള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാകത്തില്ല. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എ പാർട്ടിൻ്റെയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following Carnatic music ragas is similar to raga Bilawal in Hindustani music? Option A, Nad Bhairavi. Option B, Kamavardhini. Option C, ഹനുമാത്തോടി. ഓപ്ഷൻ ഡി, ധീര ശങ്കരാഭരണം. സോ ഇതിലേതാണ് രാഗബിൽവാൽ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ രാഗബിൽവാൽ രാഗമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കർണാട്ടിക് മ്യൂസിക്കിൽ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഈസ് ധീര ശങ്കരാഭരണമാണ്. ഓക്കെ, ധീര ശങ്കരാഭരണമാണ് ആൻസർ വരുന്നത്. സോ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ രാഗബിലാവലുമായിട്ട് കർണാട്ടിക് മ്യൂസിക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? ധീര ശങ്കരാഭരണമാണ്. സോ ഈ ധീര ശങ്കരാഭരണത്തിലാണ് നമ്മൾ ജനഗണമനയൊക്കെ പാടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ സോ നമ്മുടെ നാഷണൽ ആന്തമായ ജനഗണമനയൊക്കെ എന്താണ് ഈ ധീരശങ്കരാഭരണത്തിലാണ് നമ്മൾ കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിനെ എന്താണ് ഹീലിംഗ് രാഗ ഇൻ മ്യൂസിക് എന്നാണ് പറയുന്നത്. ഹീലിംഗ് രാഗ ഇൻ മ്യൂസിക് തെറാപ്പി. സോ അതാണ് ഇത് ധീര ശങ്കരാഭരണം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Next one, the artificially fixed rupees sterling exchange rate prescribed by the Hilton Young Commission 1926 was adopted by the British government for which one of the following reasons? Option A, aiding the flow of remittance from India and maintaining India's creditworthiness. Option B, providing support to Indian importers. Option C, encouraging export of cotton produce from India. Option D, preventing depreciation of Indian rupees in terms of gold. സോ ഇതിൽ ഏതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ അഡോപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ദാറ്റ് ഈസ് എയ്ഡിങ് ദ ഫ്ലോ ഓഫ് റെമിറ്റൻസസ് ഫ്രം ഇന്ത്യ ആൻഡ് മെയിൻറ്റെയിനിങ് ഇന്ത്യസ് ക്രെഡിറ്റ് വർത്തിനെസ്. സോ അതാണ് ഏത് ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാലി ടെക്സ്റ്റ് കണ്ടെയ്ൻ ദ ഫസ്റ്റ് ഡെഫിനിറ്റ് റെഫറൻസസ് ടു കോയിൻസ്. എക്സാമ്പിൾ കഹപണ, നിഖ, ഖംസ and Kakanika. Second statement, the literary evidence from Pali text is corroborated by archaeological evidence of punch-marked coins from many sites, most of them made of silver. Now, the above statements have been associated with which of the following? First one, emergence of urban life. Second one, transition to money economy. So select the correct answer using the code given below. അപ്പോൾ ഈ മുകളിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നിട്ടുണ്ട്. സോ അത് ഏതൊക്കെ ആയിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, രണ്ടെണ്ണത്തിൽ ഏതൊക്കെ ആയിട്ടാണ് റിലേറ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് എന്താണ്? എമർജൻസ് ഓഫ് അർബൻ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. സോ എമർജൻസ് ഓഫ് അർബൻ ലൈഫ് നോക്കുന്നത് ഇവിടെ ഏതാണ്? The literary evidence from Pali text is corroborated by archaeological evidence of punch-marked coins. Okay, from many sites. Okay, punch-marked coins from many sites and most of them made of silver. So ഇതെന്താണ്? ഒരു അർബൻ ലൈഫ് എമർജ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് വൺ ശരിയാണ്. എമർജൻസ് ഓഫ് അർബൻ ലൈഫ് എന്താണ് ഇവിടെ പറയുന്നുണ്ട്. ദെൻ ഇത് നോക്കി, പാലി ടെക്സ്റ്റ് കണ്ടെയ്ൻ ദ ഫസ്റ്റ് ഡെഫിനിറ്റ് റിസോഴ്സസ് ടു കോയിൻസ്. ഓക്കെ, കോയിൻസിനെ പറ്റിയും പറയുന്നുണ്ട്. സോ അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും അത് ട്രാൻസിഷൻ ടു മണി എക്കോണമിയെ പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് രണ്ടും ഇവിടെ ശരിയാണ്. ഓക്കെ, സോ പാലി ടെക്സ്റ്റ് മണി എക്കോണമിയെ പറ്റി പറയുന്നുണ്ട്. അതുകൂടാതെ എന്താണ് രണ്ടാമത്തെ കാര്യം എന്താണ് ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ എന്താണ് അർബൻ ലൈഫിനെ പറ്റി, എമർജൻസ് ഓഫ് അർബൻ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആണ്. നെക്സ്റ്റ് വൺ, which of the following temples has or have a Nagara style Shikhara? Okay, Nagara style Shikhara ഏതൊക്കെ ടെമ്പിൾസിനുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. മേൽഗിട്ടി ശിവാലയ ബാദാമി, ഹുച്ചിമല്ലിഗുഡി ടെമ്പിൾ ഐഹോൾ, ദശാവതാര ടെമ്പിൾ ദിയോഗാർ, വിരുപക്ഷ ടെമ്പിൾ പട്ടടിക്കൽ. സോ ഇവിടെ എവിടെയൊക്കെയാണ് നഗര സ്റ്റൈൽ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്.
സോ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് 2 and 3. അതായത് ഹുച്ചിമല്ലിഗുഡി ടെമ്പിൾ ഐഹോളിലും അതുപോലെ ദശാവതാര ടെമ്പിൾ ദിയോഗാറിലുമാണ് എന്ത് വരുന്നത്? നഗര സ്റ്റൈൽ ശിഖര വരുന്നത്. ഓക്കെ, ബാക്കി രണ്ടിടത്തും അതായത് നമ്മുടെ മേൽഗിട്ടി ശിവാലയ ബാദാമിയിലും ദെൻ വിരുപക്ഷ ടെമ്പിൾ പട്ടടിക്കലും, ഇതിൽ രണ്ടിലും എന്താണ്? അവിടെ ദ്രവിഡ സ്റ്റൈൽ ശിഖരയാണ്, അല്ലെങ്കിൽ ദ്രവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് എന്ത് ഇവിടെ വരുന്നത്. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് 2 and 3 ആയിരിക്കും. 2 ഉം 3 ആണ് എന്ത് നഗര സ്റ്റൈലിനെ പ്രതിനിധീകരിക്കുന്നത്. നെക്സ്റ്റ് വൺ, എമോങ് ദ 4 മെയിൻ ഫോംസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് റെക്കഗ്നൈസ്ഡ് ഇൻ ജൈനിസം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡ്? ഓക്കെ, സോ 4 മെയിൻ ഫോംസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ജൈനിസം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ അതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്, നോട്ട് ഇൻക്ലൂഡ് ആണ് ചോദിച്ചേക്കുന്നത്. ദേവ ഗോഡ്സ്, യക്ഷ ഡെമി ഗോഡ്സ്, മനുഷ്യ ഹ്യൂമൻസ്, തിരിയാഞ്ച അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ ഇതിൽ ഏതാണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. യക്ഷയാണ് എന്ത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഓക്കെ, സോ മെയിൻ 4 ഉള്ളത് ഏതൊക്കെയാണ്? ദേവയുണ്ട്, അതുപോലെ മനുഷ്യയുണ്ട്, ദെൻ തിരിയാഞ്ചുണ്ട്, ഇത് കൂടാതെ എന്താണ് ഫൈനലി നരകിയുണ്ട്. ഓക്കെ, നരകി എന്ന് വെച്ചാൽ എന്താണ്? ഹെല്ലിഷ് ബീയിങ്സിനെയാണ് നരകി എന്ന് പറയുന്നത്. സോ നരകിയുണ്ട്, അപ്പോൾ അതില്ലാത്ത ഏതാണ്? യക്ഷ അല്ലെങ്കിൽ ഡെമി ഗോഡ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. സോ അതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 6th വൺ, ദ ഹല്ലി സെലാസിയ പെയിൻറ്റിംഗ് ഇൻ ദ ബാഗ് കേവ്സ് റെപ്രസെൻറ്റ്സ് ഓപ്ഷൻ എ ജോയ്ഫുൾ ഫോക്ക് ഡാൻസ്, ഓപ്ഷൻ ബി ബുദ്ധ ഇൻ എ മെഡിറ്റേറ്റീവ് പോസ്, ഓപ്ഷൻ സി ദ ഡെപിക്ഷൻ ഓഫ് ശിവ ആൻഡ് പാർവതി ഓൺ കൈലാഷ, ആൻഡ് ഓപ്ഷൻ ഡി സമുദ്രമന്തം. ഓക്കെ, സമുദ്രമന്തം എന്ന് വെച്ചാൽ ചേർണിങ് ഓഫ് ദ ഓഷൻ. അപ്പോൾ അതിൽ ഏതാണ് ഹല്ലി സെലാസിയ പെയിൻറ്റിങ്, ബാഗ് കേവിലെ ഹല്ലി സെലാസിയ പെയിൻറ്റിങ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്? ഇതെന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അതായത് ഇറ്റ്സ് എ ജോയ്ഫുൾ ഫോക്ക് ഡാൻസ് ആണ്. ഓക്കെ, ഹല്ലി സെലാസിയ പെയിൻറ്റിങ് എവിടെയാണ്? ബാഗ് കേവ്സിലാണ്, അതായത് നമ്മുടെ പ്രസൻറ്റ് ഡേ മധ്യപ്രദേശിലാണ്. സോ അതെന്താണ്? ഒരു ജോയ്ഫുൾ ഫോക്ക് ഡാൻസ് എന്നത് സൂചിപ്പിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, 7th ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ യൂസ് ഓഫ് place value system in India. First statement, the earliest epigraphic use of the place value system in India is found in the Mankani plates from Gujarat, that is AD 595 to 596. Second statement, in the 9th century, place values become general in inscriptions all over the India. Third statement, the place values have been found in Sanskrit inscriptions in Southeast Asia as early as the 7th century. So which of the statements given above are correct? അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം, ഇന്ത്യയിലുണ്ടാകുന്ന പ്ലേസ് വാല്യൂ സിസ്റ്റം പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഇത് 3ഉം റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് ദ ഏർലിയസ്റ്റ് എപ്പിഗ്രാഫിക് യൂസ് ഓഫ് ദ പ്ലേസ് വാല്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ ഈസ് ഫൗണ്ട് ഇൻ ദ മങ്കാനി പ്ലേറ്റ്സ് ഫ്രം ഗുജറാത്ത്. ദെൻ 9th century place values become generally inscriptions all over the India. And final one, the place values have been found in Sanskrit inscriptions in Southeast Asia as early as 7th century. So എന്താണ്? ഇത് 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും 1, 2, 3. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഇൻ ഹാരപ്പൻ ടൗൺസ്. There is wide occurrence of spindle wheels in the houses but absence of spinning wheels. Second one, weights and measurement scales complete with graduations have been discovered. Third one, there are houses built in large part with baked bricks around relatively spacious courtyards with their own wells, bathing platforms and large rooms. Which of the following inferences can be drawn from the above statement? First one, statement 1 suggests that spinning was a laborious activity done at home. Statement 2 suggests the extent of the scientific knowledge that the Harappans possessed. Statement 3 suggests the emergence of a common property system. Okay, first one, statement 1 suggests that the spinning was a laborious activity done at home. Okay, there is a wide occurrence of spindle wheels in the houses എന്ന് പറയുന്നുണ്ട്. സോ എന്താണ്? laborious activity done at home പറയുന്നുണ്ട്. ബട്ട് ആബ്സെൻസ് ഓഫ് സ്പിന്നിങ് വീൽസ്. സോ വിച്ച് മീൻസ് എന്താണ്? അത് ഹൗസിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ലേബറസ് ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതെന്താണ്? ശരിയാണ്. സെക്കൻഡ് വൺ, വെയ്റ്റ്സ് ആൻഡ് മെഷർ സ്കെയിൽസ് കംപ്ലീറ്റ്ലി
complete with the graduations have been discovered. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സ്റ്റേറ്റ്മെൻറ്റ് 2 സജസ്റ്റ് ദാറ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ സയൻറ്റിഫിക് നോളജ് ദാറ്റ് ദ ഹാരപ്പൻസ് പൊസസ്ഡ്. അതായത് എന്താണ്, അവർ വെയ്റ്റ്സും മെഷർമെൻറ്റ്സും ഒക്കെ യൂസ് ചെയ്യുന്നു, സ്കെയിൽസും ഒക്കെ. അപ്പോൾ എന്താണ്, അത് അവരുടെ സയൻറ്റിഫിക് നോളജിൻ്റെ അല്ലെങ്കിൽ എന്താണ് സയൻറ്റിഫിക് നോളജ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നതിനുള്ള സജഷനാണ്. അതും അപ്പം എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Third one, statement 3 suggests the emergence of a common property system. ഒരു കോമൺ പ്രോപ്പർട്ടി സിസ്റ്റത്തിൻ്റെ എമർജൻസ് ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, വിത്ത് ദെയർ ഓൺ വെൽസ്, ബാത്തിങ് പ്ലാറ്റ്ഫോം ആൻഡ് ലാർജ് റൂംസ്. ഇതൊക്കെ എന്താണ് ഒരിക്കലും ഒരു കോമൺ പ്രോപ്പർട്ടി അല്ല വരുന്നത്, ഇതൊക്കെ എന്തായിരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് വരുന്നത്. സോ അതുകൊണ്ട് എന്താണ്, ഇതൊരു കോമൺ പ്രോപ്പർട്ടി സിസ്റ്റത്തിൻ്റെ അല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റത്തിൻ്റെ എമർജൻസിനെ പറ്റിയാണ് പറയുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement about Eka movement and Bardoli Satyagraha is correct? So Eka movement പറ്റിയും Bardoli Satyagraha പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. Option A, the Eka movement was throughout supported and organized by the Congress, while Bardoli Satyagraha was initially independent of Congress influence and was only in the last stages supported by the Congress. Option B, the Eka movement was provided leadership by the Talukdars of Awadh, whereas the Bardoli Satyagraha was a movement of the landless labourers. C, the Bardoli Satyagraha was a campaign against the enhancement of land revenue, while the Eka movement was a protest against extensive extraction of rents. D, the Eka movement was located in the Varanasi and Mirzapur district of the present-day UP, while the Bardoli Satyagraha took place in Saurashtra. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്, ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ദ ബർദോളി സത്യാഗ്രഹ വാസ് എ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ലാൻഡ് റവന്യൂ, ബട്ട് ഏക മൂവ്മെൻറ്റ് എന്തായിരുന്നു? പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് എക്സസീവ് എക്സ്ട്രാക്ഷൻ ഓഫ് റെൻറ്റ്സ്. ഓക്കെ. സോ അതാണ് ബർദോളി സത്യാഗ്രഹ ഏക മൂവ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സോ ബർദോളി സത്യാഗ്രഹ ഏത് ഇയർ ആയിരുന്നു? 1928. അത് ആരായിരുന്നു ലെഡ് ചെയ്തത്? പട്ടേലാണ് ലെഡ് ചെയ്തത്. ഓക്കെ. സോ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇത് ലെഡ് ചെയ്തത്. അതുപോലെ ഏക മൂവ്മെൻറ്റ് ഏത് വർഷമായിരുന്നു? 1921 ഏക മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. സോ അവരുടെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്തായിരുന്നു? ഓർ അവരെന്തിനു വേണ്ടിയായിരുന്നു പ്രൊട്ടസ്റ്റ് ചെയ്തത്? എഗെയിൻസ്റ്റ് എക്സസീവ് എക്സ്ട്രാക്ഷൻ ഓഫ് റെൻറ്റ്സ്. ബട്ട് ഏക മൂവ്മെൻ്റ് ആണെങ്കിൽ ദ ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ലാൻഡ് റവന്യൂ. ഓക്കെ. സോ അവിടെ എന്താണ് ലാൻഡ് റവന്യൂ 22% ഇൻക്രീസ് ആക്കിയായിരുന്നു. സോ അതിന് എതിരെയൊക്കെയാണ് എന്ത് ബർദോളി സത്യാഗ്രഹം നടന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഋഗ്വേദിക് പീരീഡ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, irrigation from wells allowed agriculture to expand away from floodplains and strip on river margins into the present Punjab and Haryana plains, having underground water levels reasonably close to the surface. Second one, drought animal power was employed to draw up water out of the wells. Which of the following information supports the above statement? First one, there is evidence in the Rigveda of the use of Ashtma Chakra, stone pulley wheels and ahava, strapped wooden pails to draw up water. Second one, mention has been made in Rigveda of the use of implements like parashu, kulisha and datra. Third, there is history of the use of ox even before the Rigveda for plowing the land and pulling the carts. Select the answer using the given quote given below. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? There is evidence in the Rigveda of the use of Ashtma Chakra and ahava to draw water. അപ്പോൾ ഫസ്റ്റിൽ എന്താണ് പറയുന്നുണ്ട്? എന്താണ്? Irrigation from wells allowed agriculture to expand away from floodplains and strip on the river margins into the present Punjab and Haryana plains, having underground water level reasonably close to the surface. സോ എന്താണ് അവർ എന്തിനു വേണ്ടി ചെയ്യുന്നുണ്ട്? ഇറിഗേഷനും അതുപോലെ എന്താണ് ഇറിഗേഷൻ ഫ്രം ദ വെൽസ് ആ ടൈമിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. സോ അത് ശരിയാണ്. Second one, mention has been made in the Rigveda of the use of implements like parashu and datra. Okay, parashuവിൻ്റെ ദാത്രയുടെ യൂസൊക്കെ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു. സോ ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് പശു ആൻഡ് ദാത്ര എന്താണ്? ഒൺലി ഷോ അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്റ്റ് ക്ലിയറിങ് ആക്ടിവിറ്റി. ഇവിടെ എന്താണ് അശ്മചക്രം അതുപോലെ ഇതുമൊക്കെ എന്തിനാണ്? വാട്ടർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് ഇറിഗേഷൻ പ്രോസസ്സിന് വേണ്ടി എന്താണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ഓക്കെ. മെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് റിഗ്വേദ ദ യൂസ് ഓഫ് ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് പർഷു ആൻഡ് ദാത്ര എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അത് ശരിയല്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്.
Then third വരുന്നത് എന്താണ്, there is a history of the use of ox even before the Rigveda for plowing the land and pulling the carts. സോ അതും എന്താണ് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, ഡോട്ട് അനിമൽ പവർ വാസ് എംപ്ലോയിഡ് ടു ഡ്രോ വാട്ടർ ഫ്രം ദ വെൽസ് എന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ സി ആണ് വരുന്നത്. 1 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് അസേർഷൻ. In the Pleistocene period, either the Yamuna once flowed into the Indus or the Sutlej flowed into the Yamuna, and one major tributary of either had shifted from Ganga to the Indus or vice versa. Which of the following is or are the basis of the above assertion? First one, the Nadi Sukta of the Rigveda. Second one, the explorations of Sutlej and the Yamuna by Robert Bruce Foote. Third, the presence of the same species of dolphins in both the Indus and Ganga river system. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്, നാഡി സൂക്ത ഓഫ് ദ ഋഗ്വേദയിൽ പറയുന്നതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നാഡി സൂക്ത ഓഫ് ദ ഋഗ്വേദ എന്താണ്, ഇതിനെപ്പറ്റി ഒരു ജിയോളജിക്കൽ എവിഡൻസോ കാര്യങ്ങളോ എന്താണ് പറയുന്നില്ല. സോ ദ നാഡി സൂക്ത ഇൻ ഋഗ്വേദ ഡസ് നോട്ട് പ്രൊവൈഡ് ജിയോളജിക്കൽ ഓർ ജിയോമോർഫിക് എവിഡൻസ് അബൌട്ട് റിവർ ക്യാപ്ചർ ഓർ ഡ്രൈനേജ്. ഓക്കെ, സോ നാഡി സൂക്ത എന്താണ്, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, സെക്കൻഡ് പറയുന്നത് എന്താണ്, റോബർട്ട് ബ്രൂസ് ഫ്രൂട്ടിൻ്റെ എക്സ്പ്ലോറേഷൻസ് ഓഫ് ദ സത്ലജ് ആൻഡ് ദി യമുനയിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യ റീജിയനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതിനെ അടിസ്ഥാനമാക്കിയാണ് എന്ത് നോവൽസും മറ്റുമൊക്കെ എന്താണ് എഴുതിയിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജിയോളജിക്കൽ ആൻഡ് ആർക്കിയോളജിക്കൽ എവിഡൻസ് കൂടുതലും എവിടെ നിന്നായിരുന്നു, സൗത്ത് ഇന്ത്യൻ റീജിയൻസിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. സോ ഇവിടെ എന്താണ് സത്ലജ് യമുന എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. ഓക്കെ, റോബർട്ട് ബ്രൂസ് ഫ്രൂട്ടിന് എന്താണ് ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുന്നത്. സോ എന്താണ്, അതും തെറ്റാണ്. ദെൻ അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നത്, ഓപ്ഷൻ 3 മാത്രമായിരിക്കും. ദ പ്രസൻസ് ഓഫ് ദ സെയിം സ്പീഷീസ് ഓഫ് ഡോൾഫിൻസ് ഇൻ ബോത്ത് ദ ഇൻഡസ് ആൻഡ് ദ ഗംഗ റിവർ സിസ്റ്റം. അത് മാത്രമാണ് എന്താ റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്, 3 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഡസ് ആൻ എംപ്റ്റി സീറ്റ് റെപ്രസെൻറ്റ് ഇൻ ദ ബുദ്ധിസ്റ്റ് ഐക്കോണോഗ്രാഫി? ബുദ്ധിസ്റ്റ് ഐക്കോണോഗ്രാഫിയിൽ എംപ്റ്റി സീറ്റ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്, ദ മെഡിറ്റേഷൻ ഓഫ് ബുദ്ധ, ബുദ്ധാസ് ഫസ്റ്റ് സെർമൺ, ബുദ്ധാസ് മഹാപരിനിർബന, ദ ബുദ്ധാസ് മഹാബിനിഷ്കർമ്മണ. സോ ഇതിൽ ഏതാണ് എംപ്റ്റി സീറ്റ് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്, ആൻസർ ഓപ്ഷൻ എ ആണ്. ദ മെഡിറ്റേഷൻ ഓഫ് ബുദ്ധയാണ് എന്തെന്ന് പറയുന്നത് എംപ്റ്റി സീറ്റിൽ പറയുന്നത്. ഓക്കെ, മെഡിറ്റേഷൻ ഓഫ് ബുദ്ധ അതാണ് എന്ത് എംപ്റ്റി സീറ്റിൽ പറയുന്നത്. ഇത് കൂടാതെ വേറെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, വീൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് സെർമൺ വരുന്നത്. ബുദ്ധാസ് ഫസ്റ്റ് സെർമണാണ് ഏത്, വീൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ സ്തൂപ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മഹാപരിനിബ്ബാന പറയുന്നത്. ഓക്കെ, സ്തൂപയാണെന്ത് മഹാപരിനിബ്ബാന, അത് അദ്ദേഹത്തിൻ്റെ പാസിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ദെൻ അതുകൂടാതെ എന്താണ്, ബോധി ട്രീ എന്ത് പറയുന്നുണ്ട്, എൻലൈറ്റ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ബോധി ട്രീ എൻലൈറ്റ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ പറയുന്നത് എംപ്റ്റി സീറ്റിനെ പറ്റിയാണ്. അത് ഏതാണ്, മെഡിറ്റേഷൻ ഓഫ് ബുദ്ധയാണെന്ത് അതിൽ പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ആൻഷ്യൻറ്റ് ആൻഡ് മോഡേൺ നൈംസ് ഓഫ് റിവേഴ്സ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? വിദാസ്ത ചെനാബ്, അസിഗ്നി ജലം, പരുഷ്ണി രവി, യവ്യാവതി ബിയാസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചത്, കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി മാത്രമാണ്, അതായത് 3 മാത്രമാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പരുഷ്ണി ആണ് ഇത് രവി എന്ന് പറയുന്നത്. ഇനി വിദാസ്ത എന്ന് വെച്ചാൽ എന്താണ്, അത് ചെനാബല്ല, പകരം ഏതാണ്, ജലമാണ്. അസിഗ്നി എന്ന് വെച്ചാൽ എന്താണ്, അത് ജലമല്ല ചെനാബാണ്, രണ്ടും തിരിച്ചാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ പരുഷ്ണി എന്ന് വെച്ചാൽ അത് രവിയാണ്. ദെൻ യവ്യാവതി എന്ന് വെച്ചാൽ എന്താണ്, അത് ബിയാസ് അല്ല, യവ്യാവതി എന്ന് വെച്ചാൽ അത് സോബ് റിവറാണ്. അത് സോബ് റിവറാണ്, ബിയാസ് വരുന്നില്ല, സോബ് റിവറാണ് പറയുന്നത്. അതായത് നമ്മുടെ ഗോമലിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് സോബ് റിവർ എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ബിയാസ് വരുന്നത് ഏതാണ്, ബിയാസ് വരുന്നതാണ് വിപാസ. ഓക്കെ, വിപാസയാണ് ഏത് വരുന്നത്, ബിയാസ് വരുന്നത്. ഓക്കെ, വിപാസയാണ് ബിയാസ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്, വിദാസ്ത എന്ന് പറയുന്നത് ചെനാബല്ല ജലമാണ്. ദെൻ അസിഗ്നി എന്ന് പറയുന്നത് ജലമല്ല ചെനാബാണ്. ദെൻ പരുഷ്ണി എന്ന് പറയുന്നത് രവിയാണ്.
ദെൻ യവ്യവതി എന്ന് പറയുന്നത് എന്താണ്, അത് ബിയാസ് അല്ല, പകരം എന്താണ് സോഹ് റിവറാണ്, അത് ഗോമൽ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ദെൻ ബിയാസിനെ പറയുന്നത് എന്താണ്, അത് വിപാസ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 ഓൺലി മാത്രമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ അമരാവതി സ്തൂപ ആൻഡ് ഇറ്റ്സ് റിലീഫ് സ്കൾപ്ചർ ഈസ് ഓർ ആർ കറക്റ്റ്? ഫസ്റ്റ് വൺ, it was located in the lower Krishna Valley. Second, in India, it was next only to the Sanchi Stupa in size. Third one, the Amaravati school of sculpture made a lasting impact on the later South Indian sculpture and its products were carried to Sri Lanka and Southeast Asia. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 3ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ തെറ്റാണ്. കാരണം ഇന്ത്യ ഇറ്റ് വാസ് നെക്സ്റ്റ് ഓൺലി ടു സാഞ്ചി സ്തൂപ ഇൻ സൈസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ എന്താണ്, അമരാവതിക്കാണ് സൈസ് കൂടുതൽ. അമരാവതി സ്തൂപയ്ക്ക് എത്രയാണ്? 50 മീറ്റേഴ്സ് വരുന്നുണ്ട്. ബട്ട് അതേ ടൈമിൽ സാഞ്ചി സ്തൂപയ്ക്ക് എത്ര വരുന്നുണ്ട്? 36 മീറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സോ എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, അത് തിരിച്ചാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ 1 and 3 ഓൺലി ആയിരിക്കും. ബാക്കി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇറ്റ് വാസ് ലൊക്കേറ്റഡ് ഓൺ ദ ലോവർ കൃഷ്ണ വാലിയാണ്. കൂടാതെ അമരാവതി സ്കൂൾ ഓഫ് സ്കൾപ്ചർ മെയ്ഡ് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ ദ ലേറ്റർ സൗത്ത് ഇന്ത്യൻ സ്കൾപ്ചർ ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് വെയർ ക്യാരിഡ് ടു ശ്രീലങ്ക ആൻഡ് ടു ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. നെക്സ്റ്റ് വൺ, which of the following pairs of the king and his dynasty in early historical Tamilakam is or are not correctly matched? But not correctly matched ആണ് ചോദിച്ചേക്കുന്നത്. സെങ്കുട്ടവൻ ചേര, ഉദിയരഞ്ചൽ ചോള, നെടുഞ്ചലിയൻ പാണ്ഡ്യ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാതെ മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കാം. സെങ്കുട്ടവൻ എന്താണ്, ചേര ഡൈനസ്റ്റിയാണ്, അത് ശരിയായിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്. സെക്കൻഡ് വൺ ഉദിയൻചേരാൽ എന്താണ്, ചോള ഡൈനസ്റ്റി അല്ല, പകരം ഏത് ഡൈനസ്റ്റിയാണ്? ഉദിയൻചേരാലും ചേര ഡൈനസ്റ്റിയാണ്. ഓക്കെ, ഉദിയൻചേരാൽ എന്ന് പറഞ്ഞാൽ അത് ചേര ഡൈനസ്റ്റിയിൽ വരുന്നതാണ്. ദെൻ മൂന്നാമത് പറയുന്നത് നെടുഞ്ചലിയൻ, അതേതിലാണ്? പാണ്ഡ്യ ഡൈനസ്റ്റിയാണ്, അത് ശരിയാണ്. സോ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? സെങ്കുട്ടവനും അതുപോലെ എന്താണ് നെടുഞ്ചലിയനുമാണ്. 1ഉം 3ഉം മാത്രമാണ് എന്ത് ശരിയായിട്ടുള്ളത്. നോട്ട് കറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ള ഏതാണ്? സെക്കൻഡ് വൺ മാത്രമാണ്, ഉദിയരഞ്ചൽ ആണ്, അത് എന്താണ് ചോളയല്ല ചേരയാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും, 2 ഓൺലി ആയിരിക്കും. ഓക്കെ, കാരണം 1ഉം 2ഉം കറക്റ്റ്ലിയാണ് മാച്ച് ചെയ്തേക്കുന്നത്. നോട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ മാത്രമാണ്. ഉദിയൻചേരൽ എന്ന് പറയുന്നത് ചോള ഡൈനസ്റ്റി അല്ല, പകരം ചേര ഡൈനസ്റ്റിയാണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ഫോർവേഡ് ബ്ലോക്ക് ബൈ സുഭാഷ് ചന്ദ്രബോസ് ഇൻ 1939? First one, Bose failed to win the confidence of Mahatma Gandhi. Second, the Congress left was disunited and failed to support Bose. Third, the communists did not support Bose in his endeavors. Fourth, the supporters of M.N. Roy and socialist leaders like Jayaprakash Narayan preferred Congress unity to supporting Bose. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചേക്കുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓഫ് ഫോർവേഡ് ബ്ലോക്ക്? ഓക്കെ, ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഫോർമേഷന് കാരണമായ കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ ഇല്ലാത്ത? ഏതാണ്? 1ഉം 2ഉം 4ഉം ശരിയാണ്, പക്ഷേ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കമ്മ്യൂണിസ്റ്റ് ഡിഡ് നോട്ട് സപ്പോർട്ട് ബോസ് ഇൻ ഹിസ് എൻഡേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് ലേറ്റർ എന്താണ് അവർ തമ്മിൽ കുറച്ച് വാക്ക് തർക്കങ്ങളും മറ്റൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്താണ് സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ എന്താണ് അവർ ബോസിനെ എന്ത് ചെയ്തു, സപ്പോർട്ട് ചെയ്തിരുന്നു. സോ എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 1, 2 and 4 ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ബ്രിട്ടീഷ് പോളിസി ഇൻ അവധ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് അനക്സേഷൻ ഇൻ 1856. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, താലൂക്ദാസ് were dispossessed of their estates but allowed to retain their arms and forts. Second one, a summary revenue settlement was made in 1856 assuming that the Talukdas were outsiders. Third statement, the British believed in taking revenue directly from the peasants by removing the Talukdas. So which of the statements given above is or are correct ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 2 and 3 മാത്രമാണ് കറക്റ്റ്. ഒന്നാമത്തെ എന്താണ് തെറ്റാണ് പറയുന്നത്. So the Talukdas were dispossessed of their assets but allowed to retain their arms എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് അതും അലോ ചെയ്യുന്നില്ല. ഓക്കെ, ഡസ് നോട്ട് അലോ ടു റിറ്റെയിൻ their arms and forts. ഓക്കെ, സോ അതെന്താണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവാൻ കാരണം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയാണ്. സമ്മറി റവന്യൂ സെറ്റിൽമെൻറ്റ് വാസ് മെയ്ഡ് ഇൻ 1856 അസ്യൂമിങ് ദാറ്റ് ദ താലൂക്ദാസ് വെയർ ദ ഔട്ട്സൈഡേഴ്സ്.
ദെൻ അതുപോലെ ബ്രിട്ടീഷ് ബിലീവ്ഡ് ഇൻ ടേക്കിംഗ് റവന്യൂ ഡയറക്ട്ലി ഫ്രം ദ പീസൻസ് ബൈ റിമൂവിങ് ദ താലൂക്ക്ദാസ്. അപ്പോൾ എന്താണ് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2 and 3 ഓൺലിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് അസർഷൻ. The genesis of political alliance based on community lay in the very nature of the Montague-Chelford reforms in 1919. Which one of the following statements support or supports the above assertion? First one, reforms retained and extended the principle of separate electorates. Separate electorates were supposed to counter Indian nationalism, which was growing stronger. Third one, deprived classes rallied around the favors inherent in separate electorates. So, ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും 3 സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ഇതിൽ ശരിയാണ്. റീഫോംസ് റിറ്റൈൻഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സിനെ പറ്റി പറയുന്നുണ്ട്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് വെർ സപ്പോസ് ടു കൗണ്ടർ ഇന്ത്യൻ നാഷണലിസം വിച്ച് വാസ് ഗ്രോയിങ് സ്ട്രോങ്ങർ, അത് പറയുന്നുണ്ട്. കൂടാതെ ഡിപ്രൈവ്ഡ് ക്ലാസസ് റിലേഡ് അറൗണ്ട് ദ ഫേവേഴ്സ് ഇൻഹെറൻറ്റഡ് ഇൻ ദ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ്. സോ 3 സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3 ആയിരിക്കും. നെക്സ്റ്റ് വൺ, പണ്ഡിറ്റ് മല്ലികാർജുൻ മൻസൂർ, the famous classical singer from Karnataka, represented the Agra Gharana, Gwalior Gharana, Patiala Gharana and Jaipur Atrauli Gharana. സോ ഇതിൽ ഏതാണ് പണ്ഡിറ്റ് മല്ലികാർജുൻ മൻസൂറുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ജയ്പൂർ അട്രൗലി ഘരാനയാണ്. ഓക്കെ, സോ പണ്ഡിറ്റ് മല്ലികാർജുൻ മൻസൂറുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത് ജയ്പൂർ അട്രൗലി ഘരാനയാണ്. നെക്സ്റ്റ് വൺ, in which among the following texts does the term kshetrapatni or mistress of the field originate? ഋഗ്വേദ, അഥർവവേദ, അഷ്ടധ്യായി, അർത്ഥശാസ്ത്ര. സോ ഇതിൽ ക്ഷേത്രപത്നി അല്ലെങ്കിൽ മിസ്ട്രസ് ഓഫ് ദ ഫീൽഡ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അത് അഥർവവേദയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഋഗ്വേദ ആണെങ്കിൽ ക്ഷേത്രപതിയെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ക്ഷേത്രപതിയെ പറ്റി ഋഗ്വേദ പറയുന്നുണ്ട്. ബട്ട് ക്ഷേത്രപത്നിയെ പറ്റി ഏതിലാണ് പറയുന്നത്? അത് അഥർവവേദയിലാണ് പറയുന്നത്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് പറയുന്നത്. അഥർവവേദയിലാണ് ക്ഷേത്രപത്നിയെ പറ്റി പറയുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെഫറൻസ് ടു ഇന്ത്യസ് റെസ്പോൺസ് ടു ക്ലൈമറ്റ് ചേഞ്ച്. ഫസ്റ്റ് വൺ, India's long-term low-emission development strategies is a crucial tool for achieving net zero emission by 2070. Second, India's 4th biennial update report submitted in December 2024 recorded around 8% decrease in greenhouse gas emission in 2020 over 2019. Third one, climate resilient developments necessarily depends on quick and short-term achievement of emission reduction targets. Next, which of the following relationship above the statement among the above statements are correct? First one, statement 1 is empirically supported by the statement 2. Second one, statement 3 contradicts the approach implicit in statement 1. Third one, statement 1 and statement 3 together establish the premise of long-term sustainability. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് എംപിരിക്കലി സപ്പോർട്ടഡ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് 2. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ഇന്ത്യ ലോങ് ടൈം ലോ എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഇസ് എ ക്രൂഷ്യൽ ടൂൾ ഫോർ അച്ചീവിങ് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 എംപിരിക്കലി സപ്പോർട്ടഡ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് പറയുന്നത്? ഇന്ത്യസ് 4th biennial update report submitted in December 2024 recorded around 8% decrease in greenhouse gas emission. സോ അതെന്താണ്? അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഒന്ന് ശരിയാണ്. സെക്കൻഡ് വൺ, statement 3 contradicts the approaches implicit in statement 1. Statement 3 എന്താണ്? Climate resilient development necessarily depends on quick and short term achievement of emission reduction target. സോ ഇവിടെ ഷോർട്ട് ടൈം അച്ചീവ്മെൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഇന്ത്യസ് ലോങ് ടൈം ലോ എമിഷൻ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ്. സോ അത് രണ്ടും എന്താണ്? പരസ്പരം കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ശരിയാണ്. ദെൻ തേർഡ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 3 ടുഗദർ എസ്റ്റാബ്ലിഷ് ദ പ്രിമിസ് ഓഫ് ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ലോങ് ടൈമിനെ പറ്റി പറയുന്നുണ്ട്. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ്? ഷോർട്ട് ടൈമിനെ പറ്റിയാണ് പറയുന്നുണ്ട്. സോ രണ്ടും ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്? തെറ്റാണ്. സോ ആൻസർ എന്താണ്? 1 and 2 മാത്രമായിരിക്കും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1 and 2 ഓൺലി. ഓക്കെ, നെക്സ്റ്റ് വൺ, with respect to the Western Hoolock gibbons, which of the following statement is or are correct? First one, a sanctuary in northeast India is home to this ape species listed in endangered in the International Union for Conservation of Nature red list. Second statement, they have specialized brachiation and can easily swing between trees. Third statement, they possess a strong and heavy build like gorillas yet are remarkably agile tree climbers. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബട്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ് ദേ പൊസസ് എ സ്ട്രോങ് ആൻഡ് ഹെവി ബിൽഡ് ലൈക്ക് ഗൊറില്ലാസ് എന്ന് പറയുന്നത്. പക്ഷേ അതെന്താണ് തെറ്റാണ്. കാരണം എന്താണ് അത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് അവരെന്താണ് സ്ട്രോങ് ആൻഡ് ഹെവി ബിൽഡ് അല്ല. ഓക്കെ, സോ ഈ വെസ്റ്റേൺ ഹൂലോ ഗിബൺസ് എന്ന് വെച്ചാൽ എന്താണ് ലെസർ ഏപ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലെസർ apes. Okay, then they have a slender lightweight build. Okay, slender ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അവർക്ക് ഉള്ളത്. സോ അതുകൊണ്ട് എന്താണ് സ്ട്രോങ് ആൻഡ് ഹെവി ബിൽഡ് ലൈക്ക് ഗൊറില്ലാസ് എന്ന് പറഞ്ഞാൽ അതെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 and 2 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following best explains the rationale for protecting mangrove ecosystem in the context of climate resilience? First one, mangroves reduce tidal energy and store fresh water, making them ideal site for paddy cultivation in saline estuary belt. Second statement, their salt-sensitive roots filter seawater, making mangroves key to converting coastland into freshwater aquaculture zones. Third one, by withstanding tidal surges and offering biomass resources, mangroves functions both as natural bioshields and livelihood basis for communal rural communities. അപ്പോൾ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ് ശരി. ഫസ്റ്റ് പറയുന്നത് എന്താണ് മാംഗ്രോവ്സ് റെഡ്യൂസ് ടൈഡൽ എനർജി ആൻഡ് സ്റ്റോർ ഫ്രഷ് വാട്ടർ, മേക്കിംഗ് ദം ഐഡിയൽ സൈറ്റ് ഫോർ പാഡി കൾട്ടിവേഷൻ ഇൻ സാലൈൻ ഈസ്റ്റേൺ ബെൽറ്റ്. നമുക്കറിയാം പാഡി കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതലും ഉണ്ടാകുന്നത് ഫ്രഷ് വാട്ടറിലായിരിക്കും. അവിടെ എന്താണ് എന്ത് വാട്ടർ പറ്റത്തില്ല, സലൈൻ വാട്ടറിൽ പറ്റത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഇവർ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത് റെഡ്യൂസ് ടൈഡൽ എനർജി ആൻഡ് സ്റ്റോർ ഫ്രഷ് വാട്ടർ, മേക്കിംഗ് ദം ഐഡിയൽ സൈറ്റ് ഫോർ പാഡി കൾട്ടിവേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ റൈസിന് എന്താണ് ഫ്രഷ് വാട്ടർ റിക്വയറാണ്. അത് കൂടാതെ എന്താണ് അതിൻ്റെ സോയിലും എന്താണ് അതുപോലെ തന്നെ എന്താണ് വ്യത്യസ്തമാണ്. സോ അതുകൊണ്ട് ഫസ്റ്റ് വൺ ശരിയാണ്. കാരണം ഇതെന്താണ് സോൾട്ടി മാർഷസ് അല്ലെങ്കിൽ എന്താണ് സോൾട്ടി മാംഗ്രൂവ് സോംസിൽ എന്താണ് റൈസ് കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതെന്താണ് അതിൻ്റെ ഇതിന് ഓപ്പോസിറ്റാണ്. സോ ഫസ്റ്റ് റോങ് ആണ്. ദെൻ സോൾട്ട് സെൻസിറ്റീവ് റൂട്ട് ഫിൽറ്റർ സീ വാട്ടർ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ മാംഗ്രൂവ്സിൻ്റെ റൂട്ട് എന്താണ് സോൾട്ട് സെൻസിറ്റീവ് അല്ല, പകരം എന്താണ് സോൾട്ട് ടോളറൻ്റ് ആണ്. ഓക്കെ, സോ അതുകൂടാതെ തന്നെ എന്താണ് കീ ടു കൺവേർട്ടിങ് കോസ്റ്റൽ ലാൻഡ് ഇൻറ്റു ഫ്രഷ് വാട്ടർ അക്വാട്ടിക് സോൺ എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് അങ്ങനെയും ചെയ്യുന്നില്ല. അവരെന്താണ് കോസ്റ്റൽ ലാൻഡിനെ ഫ്രഷ് വാട്ടർ അക്വാട്ടിക് സോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ അതും എന്താണ് തെറ്റാണ്. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണ്. 3 ഓൺലി മാത്രമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In what ways does the Vizhinjam International Seaport represent a structural shift in India's maritime trade and logistics policy? First one, by functioning exclusively as a domestic cargo hub to reduce airlines in coastal shipping and eliminate the need for foreign collaborations. Second one, by focusing primarily on passenger cruise tourism and heritage shipping to increase Kerala's profile as a maritime heritage destination. Third statement, by leveraging its natural deep draft and strategic location to reduce dependence on foreign transshipment routes, enhancing revenue retention and reposition India in regional maritime trade. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ വരുന്നത് എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് റൈറ്റ് വരുന്നത്. ബാക്കിയെല്ലാം എന്താണ് റോങ് ആണ്. കാരണം ഫസ്റ്റ് പറയുന്നത് ബൈ ഫംഗ്ഷനിങ് എക്സ്ക്ലൂസീവ്ലി ആസ് എ ഡൊമസ്റ്റിക് കാർഗോ ഹബ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ് പ്രൈമറി ഒരു ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡൊമസ്റ്റിക് കാർഗോ ഷിപ്പ് ഹബ്ബല്ല, ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ അതെന്താണ് തെറ്റാണ്. ദെൻ ബൈ ഫോക്കസിങ് പ്രൈമർലി ഓൺ പാസഞ്ചർ ക്രൂയിസ് ടൂറിസം എന്നാണ് പറയുന്നത്. പക്ഷേ പ്രൈമർ ഫോക്കസ് എന്താണ് പാസഞ്ചർ ക്രൂയിസ് ടൂറിസം അല്ല, പകരം എന്താണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ലോജിസ്റ്റിക്സ് ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ അങ്ങനെയാണ് എന്ത് ആൻസർ ഓപ്ഷൻ ഡി ആയത് 3 ഓൺലി. മൂന്നാമത്തെ മാത്രമാണ് എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 25. Identify the river of the Indian subcontinent on the basis of the following information. It has an antecedent drainage system. Second one, it flows through the 3 countries. Third, it originates in the Tibetan Plateau and is an important river for irrigation. Fourth one, it does not form distributaries.
അപ്പോൾ ഇതിൽ ഏത് റിവറിനെ പറ്റിയാണ് ഈ പറയുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇത് ഏത് റിവറിനെ പറ്റിയാണ് പറയുന്നത്? റിവർ സത്ലജിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ റിവർ സത്ലജ് എവിടെ നിന്നാണ് വരുന്നത്? ലേക്ക് രക്ഷസ്ഥലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് ടിബറ്റിനടുത്തായിട്ടാണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് 3 കൺട്രീസ് അത് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയായിരിക്കും അപ്പം? ചൈന, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഓക്കെ, ചൈനയിൽ നമുക്കറിയാം എവിടെയാണ്? ടിബറ്റാണ്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശും അതുപോലെ പഞ്ചാബും. ദെൻ പാകിസ്ഥാനിലാകുമ്പോൾ പഞ്ചാബ് പ്രൊവിൻസസ്. സോ ഇതുകൂടാതെ എന്താണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ഡെൽറ്റയോ അതുപോലെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടറോ ഒന്നും ഫോം ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് എന്താണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സത്ലജ്. ഓക്കെ, നെക്സ്റ്റ് 26 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഈസ് or are not correct? First one, Uttar Pradesh shares its boundary with the highest number of other Indian states. Second one, Rajasthan shares the longest international border among all Indian states. Third, Sikkim is the only state that shares its boundary with just one other Indian state. Select the answer using the code given below. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് ഉത്തർപ്രദേശ് ഷെയർസ് ഇസ് ബൗണ്ടറി വിത്ത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് അതർ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോറി, നോട്ട് കറക്റ്റിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സോ ഉത്തർപ്രദേശ് ഷെയർസ് ഇസ് ബൗണ്ടറി വിത്ത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. സോ അതെന്താണ് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ, രാജസ്ഥാൻ ഷെയർസ് ദ ലോങ്ങസ്റ്റ് ഇൻ്റർനാഷണൽ ബോർഡർ എമോങ് ഓൾ ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. രാജസ്ഥാനാണ് ഇത് ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. പക്ഷേ എന്താണ്, അത് രാജസ്ഥാനല്ല, പകരം ഏതാണ്? വെസ്റ്റ് ബംഗാളാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ സിക്കിം ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ദാറ്റ് ഷെയർസ് ഇറ്റ്സ് ബൗണ്ടറി വിത്ത് ജസ്റ്റ് വൺ അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ സിക്കിം മാത്രമല്ല, മേഘാലയ എന്താണ് ഒരു സ്റ്റേറ്റ് മാത്രമായിട്ടാണ് എന്ത് ബോർഡർ പങ്കിടുന്നത്, അതായത് ആസാമായിട്ട്. ഓക്കെ, സോ എന്താണ് അതും തെറ്റാണ്. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് 2, 3 തെറ്റ്. നമ്മുടെ ചോദിച്ചേക്കുന്നത് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്, തെറ്റായിട്ടുള്ള ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ. 2 and 3 ആണ് എന്ത് റോങ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, which one of the following statement with regard the arrival of Amur falcons at Doyang Lake in Nagaland each year from Mongolia is or are correct? First one, it showcases how sustained local conservation efforts can contribute to the arrival and protection of international migratory birds. Second, it reflects the global success of advanced tracking technologies that guide migratory birds back to their stopover sites. Third, it confirms that Amur falcons have adapted to permanent residency in India due to favorable habitat change. Select the answer using the code given below. അപ്പോൾ അമൂർ ഫാൽക്കൻസിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഷോക്കേസസ് ഹൗ സസ്റ്റൈൻഡ് ലോക്കൽ കൺസർവേഷൻ എഫോർട്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ അറൈവൽ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രേറ്ററി ബേർഡ്സ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Second one, it reflects the global success of advanced tracking technology that guide migratory birds back to their stopover sites. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് ടെക്നോളജി മൈഗ്രേറ്ററി ബേർഡ്സിനെ ഗൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതെന്താണ് തെറ്റാണ്. കാരണം അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് ടെക്നോളജി എന്താണ് സയൻറ്റിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൈഗ്രേഷനെ പറ്റി പഠിക്കാനും കാര്യങ്ങൾക്കും എന്താണ് സയൻറ്റിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ല എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സിനെ അത് ഗൈഡ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ അതെന്തായിരിക്കും, അത് അവരിൽ തന്നെയുള്ള ഒരു ബയോളജിക്കൽ നേവിഗേഷൻ സിസ്റ്റം ആയിരിക്കും. ഈ ബേർഡ്സിൽ തന്നെ ബയോളജിക്കൽ നേവിഗേഷൻ സിസ്റ്റമാണ്. സോ അതെന്താണ് തെറ്റാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് കൺഫേംസ് ദ അമൂർ ഫാൽക്കൺസ് ഹാവ് അഡാപ്റ്റഡ് ടു പെർമനൻറ്റ് റെസിഡൻസി ഇൻ ഇന്ത്യ ഡ്യൂ ടു ഫേവറബിൾ ഹാബിറ്ററ്റ് ചേഞ്ച്. പക്ഷേ അമൂർ ഫാൽക്കൺസ് എന്താണ് പെർമനൻറ്റ് റെസിഡൻസി കീപ്പ് ചെയ്യുന്നില്ല ഇന്ത്യയിൽ. ഓക്കെ, ദേ ആർ ഓൺലി മൈഗ്രേറ്ററി ബേർഡ്സ്. അതെന്താണ് പെർമനൻറ്റ് റെസിഡൻസി കീപ്പ് ചെയ്യുന്നില്ല. സോ അതും എന്താണ് റോങ് ആണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ 1 only മാത്രമായിരിക്കും. നെക്സ്റ്റ് വൺ, which among the following is or are the objectives of the rainfed area development? Okay, rainfed area development objectives ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആൻഡ് അണ്ടർ ദ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഫസ്റ്റ് വൺ, എൻകറേജിങ് മോണോകൾച്ചർ ഇൻ rainfed areas. Second one, increasing rice cultivation in irrigated region. Third one, enhancing productivity and minimizing climatic risk through integrated farming system. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് റെയിൻഫെഡ് ഏരിയ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് അണ്ടർ ദ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിൻ്റെ കീഴിൽ വരുന്നതാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. 3 ഒള്ളിയാണ്. കാരണം എൻഹാൻസിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമൈസിങ് ക്ലൈമാറ്റിക് റിസ്ക് ത്രൂ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, അത് മാത്രമാണ് റൈറ്റ് ആൻസർ വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എൻകറേജിങ് മോണോകൾച്ചർ ഇൻ റെയിൻഫെഡ് ഏരിയാസ് പറയുന്നുണ്ട്. പക്ഷേ ഇതെന്താണ് മോണോകൾച്ചറിനല്ല എൻകറേജ് ചെയ്യുന്നത്. ഇത് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഡൈവേഴ്സിഫൈഡ് ക്രോപ്പ് സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
ഡൈവേഴ്സിഫൈഡ് ക്രോപ്പ് സിസ്റ്റം. ഓക്കെ, അതുകൂടാതെ എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിനെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡൈവേഴ്സിഫൈഡ് ക്രോപ്പ് സിസ്റ്റത്തിനെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റത്തിനെയാണ് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് വൺ, ഇൻക്രീസിങ് റൈസ് കൾട്ടിവേഷൻ ഇൻ ഇറിഗേറ്റഡ് റീജിയൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇറിഗേറ്റഡ് റീജിയൻസ് അല്ല, ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ് റെയിൻഫെഡ് റീജിയൻസ് ആണ്. ഓക്കെ, റെയിൻഫെഡ് റീജിയൻസിലാണ്, അല്ലാണ്ട് ഇറിഗേറ്റഡ് റീജിയൻസിലല്ല. സോ അതുകൊണ്ടാണ് എന്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയത്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, 3 ഓൺലി മാത്രമായിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഒബ്റ്റൈനിങ് OICOTEX certification for area silk in the global textile industry? First one, it allows Indian exporters to compete in high-end markets that prioritize chemical-free products. Second one, it confirms that area silk meets international safety, environmental and quality standards, enabling its entry into premium eco-conscious market. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ OICOTEX സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഗ്ലോബലി റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഗ്ലോബലി റിക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. എന്തിനു വേണ്ടി? ഫോർ ടെക്സ്റ്റൈൽസ്. ടെസ്റ്റഡ് ഫോർ ഹാംഫുൾ സബ്സ്റ്റൻസ്. ഓക്കെ, സോ ടെക്സ്റ്റൈൽസിൽ ഹാംഫുൾ സബ്സ്റ്റൻസിനെ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷനാണ് എന്ന് പറയുന്നത് OICOTEX സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? ഇറ്റ് അലോ ഇന്ത്യൻ എക്സ്പോർട്ടർ ടു കോമ്പീറ്റ് ഇൻ ഹൈ എൻഡ് മാർക്കറ്റ് ദാറ്റ് പ്രയോറിറ്റൈസ് കെമിക്കൽ ഫ്രീ പ്രൊഡക്റ്റ്. സോ അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കെമിക്കൽ ഫ്രീ പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ ഇറ്റ് കൺഫേംസ് ദാറ്റ് എറി സിൽക്സ് മീറ്റ് ഇൻ്റർനാഷണൽ സേഫ്റ്റി, എൻവയോൺമെൻറ്റൽ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, എനേബിളിംഗ് ഇറ്റ്സ് എൻട്രി ഇൻ ടു പ്രീമിയം എക്കോ കോൺഷ്യസ് മാർക്കറ്റ്സ്. സോ അത് എന്താണ് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. Next, ships from which of the following countries have to cross the Strait of Hormuz to reach out the Indian Ocean? ബഹ്റൈൻ, സിറിയ, ഖത്തർ, ഈജിപ്റ്റ്. സോ ഇതിൽ ഏതൊക്കെയാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ക്രോസ് ചെയ്യേണ്ടി വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് ബഹ്റൈനും അതുപോലെ എന്താണ് ഖത്തറുമാണെന്ത് ഖത്തറും ക്രോസ് ചെയ്യാനാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വരുന്നത്. കാരണം അത് രണ്ടുമാണെന്ത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസുമായിട്ട് റിലേറ്റ് ആയി നിൽക്കുന്നത്. സിറിയ എടുക്കുന്നെങ്കിൽ എന്താണ് അത് മെഡിറ്ററേനിയൻ സീ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. അതുപോലെ ഈജിപ്റ്റും എന്താണ് മെഡിറ്ററേനിയൻ സീയും റെഡ് സീയുമായിട്ട് റിലേറ്റ് ആണ്. സോ അവിടെ രണ്ടിടത്തും എന്താണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ബഹ്റൈനും ഖത്തറുമാണ് എന്ത് ആ ഒരു റീജിയനിൽ കിടക്കുന്നത്. സോ അതുകൊണ്ട് അവിടെയാണ് എന്ത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് പാസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, കാരണം സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം ഏതിനെയൊക്കെയാണ് കണക്ട്സ് പേർഷ്യൻ ഗൾഫ് ടു ഗൾഫ് ഓഫ് ഒമാൻ ആൻഡ് ഇന്ത്യൻ ഓഷൻ. ഓക്കെ, സോ പേർഷ്യൻ ഗൾഫ് ടു ഗൾഫ് ഓഫ് ഒമാൻ ആൻഡ് ഇന്ത്യൻ ഓഷൻ, അതാണ് ഇത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് കണക്ട് ചെയ്യുന്നത്. സോ അതിന് ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നതിൽ ബഹ്റൈനും അതുപോലെ തന്നെ ഖത്തറുമാണ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. 1 and 3 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Tungurahua volcano, which was declared a global geopark by UNESCO in 2025, is situated in which among the following countries? Ecuador, Peru, Bolivia, Colombia. So ഇവിടെ എവിടെയാണ് തുങ്കുരുവാഹ വോൾക്കാനോ കാണപ്പെടുന്നതെന്ന് ചോദിച്ചേക്കുന്നത്? ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ആണ്. ഇക്വേഡറിലാണെന്ത് ഇത് കാണപ്പെടുന്നത്. ഇതെന്താണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റോ വോൾക്കാനോ ആണ്. ഓക്കെ, സോ ഈ തിങ്കുരാന വോൾക്കാനോ എന്ന് പറയുന്നത് എന്താണ് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റോ വോൾക്കാനോ ആണ്. സോ അത് കാണപ്പെടുന്നത് എവിടെയാണ്? ഇക്വേഡറിലാണ്. നെക്സ്റ്റ് വൺ, വിത്ത് റെഫറൻസ് ടു മാധവ് നാഷണൽ പാർക്ക്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഫസ്റ്റ് വൺ, ഇറ്റ് വാസ് ഡിക്ലെയർഡ് എ ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ ഇൻ 2025. Sakya Sagar, which is designated as a Ramsar site, is situated within this national park. Then third one, its area is shared between Madhya Pradesh and Rajasthan. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് തെറ്റാണ്. കാരണം എന്താണ് ഇറ്റ് ഷെയർഡ് ബിറ്റ്വീൻ മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എൻ്റയർലി എവിടെയാണ്? മധ്യപ്രദേശിൽ മാത്രമാണുള്ളത്, രാജസ്ഥാനിലേക്ക് പോകുന്നില്ല. ഓക്കെ, സോ അതെന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മധ്യപ്രദേശിലെ ശിവപുരി ഡിസ്ട്രിക്റ്റിലാണ് എന്ത് മാധവ് നാഷണൽ പാർക്ക് കാണപ്പെടുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1 and 2 ആണ്. സോ ഇറ്റ് വാസ് ഡിക്ലെയർഡ് എ ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ ഇൻ 2025. Then Sakya Sagar, which is designated as a Ramsar site, is situated within this national park. So അത് രണ്ടുമാണ് എന്ത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത്. സോ 32 ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1 and 2 ആയിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, 33 ആണ് പറയുന്നത്.
with reference to climate of Andaman and Nicobar Islands, which of the following statement is or are correct? First statement, the climate can be defined as humid tropical coastal climate. Second statement, it receives rainfall from both southwest monsoon and northeast monsoon. Third statement, maximum precipitation is between December and May. So ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ക്ലൈമറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഹ്യൂമിഡ് ട്രോപ്പിക്കൽ കോസ്റ്റൽ ക്ലൈമറ്റ്. ക്ലൈമറ്റ് എന്താണ്? ഹ്യൂമിഡ് ട്രോപ്പിക്കൽ കോസ്റ്റൽ ക്ലൈമറ്റ് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. സെക്കൻഡ് വൺ, ഇറ്റ് റിസീവ്സ് റെയിൻഫോൾ ഫ്രം ബോത്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നുണ്ട്. ഇത് എന്താണ്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോർത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നും അതുപോലെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ് ഇതിന് മഴ ലഭിക്കുന്നുണ്ട്. ശരിയാണ്. നെക്സ്റ്റ്, മാക്സിമം പ്രസിപ്പിറ്റേഷൻ ഇസ് ബിറ്റ്വീൻ ഡിസംബർ ആൻഡ് മെയ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം മാക്സിമം പ്രസിപ്പിറ്റേഷൻ കിട്ടുന്നതാണ് നോർമലി സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ്. അതായത് ഏത് ടൈം പീരീഡ് ആയിരിക്കും അത്? നോർമലി മെയ് ടു ഒക്ടോബർ ഓർ നവംബർ, ഈ ഒരു മന്തിലൊക്കെയാണ് എന്ത് കൂടുതലും പ്രസിപ്പിറ്റേഷൻ അവിടെ കിട്ടുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 1 and 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് വൺ, which of the following geographical features or phenomena is or associated with the peninsular block of India? First one, submergence of parts of western coast due to the tectonic activity. Second one, presence of residual mountain ranges such as the Velikonda Hills and Mahendragiri Hills. Third one, deep V-shaped river valley formed by fast flowing rivers. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് ബി ആയിരിക്കും ആൻസർ വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഡീപ്പ് വി ഷേപ്ഡ് റിവർ വാലീസ് ഫോംഡ് ബൈ ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ അത് എവിടുത്തെ ക്യാരക്ടറിസ്റ്റിക്കാണ്? അത് പ്രധാനമായും ഹിമാലയൻ മൗണ്ടൻസിലെ റിവേഴ്സിനാണ് വരുന്നത്, അല്ലെങ്കിൽ ഹിമാലയൻ റേഞ്ചിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്ന പെനിൻസുലാർ ബ്ലോക്ക് ഓഫ് ഇന്ത്യ ആണ് പറഞ്ഞേക്കുന്നത്. സോ അവിടെ എന്താണ്? ഡീപ്പ് വി ഷേപ്ഡ് റിവർ വാലീസ് ഫാസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഒരു ഫോം ആവുന്നില്ല. ഓക്കെ, പകരം എങ്ങനെയായിരിക്കും? അവിടെ ഷോളോ ബ്രോഡ് വാലീസ് ആണ് ഫോം ആവുന്നത്. ഓക്കെ, ഷാളോ ബ്രോഡ് വാലീസ് ആയിരിക്കും അവിടെ ഫോം ആവുന്നത്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. സബ്മർജൻസ് ഓഫ് പാർട്സ് ഓഫ് വെസ്റ്റേൺ കോസ്റ്റ് ഡ്യൂ ടു ടെക്ടോണിക് ആക്ടിവിറ്റി. സെക്കൻഡ് വൺ, പ്രസൻസ് ഓഫ് റെസിഡ്യൂവൽ മൗണ്ടൻ റേഞ്ചസ് സച്ച് എസ് വേലിക്കൊണ്ട ഹിൽസ് ആൻഡ് മഹേന്ദ്രഗിരി ഹിൽസ്. സോ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും വരുന്നത്, 34. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു സാഗർമാല പ്രോഗ്രാം ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സോ സാഗർമാല പ്രോഗ്രാമിനെ പറ്റിയാണ്. The Sagarmala program seeks to achieve port-led economic growth through cost-effective and sustainable coastal infrastructure. Second one, the success of the Sagarmala program is reflected in significant growth in coastal and inland waterway shipping, along with improved global port ranking. Third one, Sagarmala 2.2 aims to position India as a global maritime innovation hub aligned with the Atmanirbhar Bharat and Vikasit Bharat 2024 visions. Which of the following relationship among the above statement is or are correct? First one, statement 2 validates the effectiveness of strategies envisioned in statement 1. Second one, statement 3 extends the objective of statement 1 by embedding them into a future-oriented innovation framework. Statement 1 contradicts statement 3 by focusing only on traditional infrastructure instead of modern innovation. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 2 വാലിഡേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ സ്ട്രാറ്റജീസ് ഇൻവെസ്റ്റഡ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? സാഗർമാല പ്രോജക്റ്റ് സീക്ക് ടു അച്ചീവ് പോർട്ട്-ലെഡ് എക്കണോമിക് ഗ്രോത്ത് ത്രൂ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ് പറയുന്നത്? സക്സസ് ഓഫ് സാഗർമാല പ്രോഗ്രാം ഈസ് റിഫ്ലക്റ്റഡ് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഇൻ കോസ്റ്റൽ ആൻഡ് ഇൻലാൻഡ് വാട്ടർവേ ഷിപ്പിംഗ് എലോങ് വിത്ത് ഇംപ്രൂവ്ഡ് ഗ്ലോബൽ പോർട്ട് റാങ്കിങ്. സോ അതെന്താണ്? ശരിയാണ്. അപ്പോൾ കാരണം സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 വാലിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. Next one, statement 3 extends the objective of statement 1 by embedding them into a future-oriented innovation framework. അപ്പോൾ statement 3 എന്താണ്? സാഗർമാല 2.0 aims to position India as a global maritime innovation hub aligned with Atmanirbhar Bharat and Vikasit Bharat 2024. അപ്പോൾ എന്താണ്? ഒരു ഫ്യൂച്ചർ ഒബ്ജക്റ്റീവിനെ പറ്റിയാണ് അത് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സ്റ്റെൻസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 ബൈ എംബഡിങ് ദം ഇൻ ഫ്യൂച്ചർ-oriented innovation framework. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then third one, statement 1 contradicts statement 3 by focusing only on traditional infrastructure instead of modern innovation എന്നാണ് പറയുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താണ്? ഒരു ഫൗണ്ടേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഗോളിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 3 അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കെയിൽ ഓഫ് ക്വസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ഒരു ഫൗണ്ടേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 3 എന്താണ് പറയുന്നത്? അത് അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്കെയിൽഡ് അപ്പ് ആയിട്ടുള്ള വിഷനെ പറ്റിയാണ് പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ്? അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവിടെ കോൺട്രഡിക്ഷൻ വരുന്നില്ല. പകരം എന്താണ്? ഇത് രണ്ടും എന്താണ്? കോംപ്ലിമെൻ്ററി ആയിട്ടാണ് വരുന്നത്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവുന്നില്ല. കോംപ്ലിമെൻ്ററി ആയിട്ടാണ് രണ്ടും വരുന്നത്. സോ അതുകൊണ്ട് എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരി. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 1 and 2 ഓൺലി ആയിരിക്കും.
Next one, 36. Consider the following statement about Rhynchostylis retusa, അതായത് ഫോക്സ് ടെയിൽ ഓർക്കിഡിനെ പറ്റിയാണ്. ഇറ്റ് ഈസ് ആൻ എപ്പിഫൈറ്റിക് ഓർക്കിഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതായിപ്പോയി. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് അരുണാചൽ പ്രദേശ് ആൻഡ് ആസാം. തേർഡ്, ദ സ്പീഷീസ് ഈസ് എൻഡമിക് ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ സ്പീഷീസ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ എൻഡമിക് എന്നാണ്, നമ്പർ മാറിപ്പോയതാണ്. ഇത് സെക്കൻഡ്, ഇത് തേർഡുമാണ്. സോ ദ സ്പീഷീസ് ഈസ് എൻഡമിക് ടു നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ്, ഇത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ മാത്രം എൻഡമിക് അല്ല, എവിടെയും കൂടെ ഉണ്ട് ബാക്കി പ്രദേശങ്ങളിൽ. അതായത് എന്താണ്, സൗത്ത് ഇന്ത്യയിലും ഓക്കെ, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും, ഇൻക്ലൂഡിങ് എവിടെയൊക്കെയാണ്, ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ. സോ ഇവിടെ എല്ലാം എന്താണ്, ഇത് കാണപ്പെടുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്, ബാക്കി ഒന്ന്, ഇറ്റ് ഈസ് ആൻ എപ്പിഫൈറ്റിക് ഓർക്കിഡ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൂടാതെ എന്താണ്, ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് അരുണാചൽ പ്രദേശ് ആൻഡ് ആസാം, അതും എന്താണ് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഏതാണ്, 1 and 3 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് എന്ത് ആൻസർ വരുന്നത്, 36. നെക്സ്റ്റ്, which one of the following statement with regard to Moi dams built by Thai Ahom Kingdom was inscribed as a World Heritage Site by UNESCO is correct? They acted as a army fortress. They were recreation centers of royal and nobles. They were burial grounds of the royal and nobles. They were battle drill centers of royals and nobles. So എന്താണ്, മോയ് ഡാംസ് ബിൽഡ് ബൈ തായ് അഹോം കിങ്ഡം എന്ന് പറയുന്നത് എന്താണ്, ഒരു ബറിയൽ ഗ്രൗണ്ട്സ് ഓഫ് ദ റോയൽ ആൻഡ് നോബിൾസ് ആണ് വരുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇതെന്താണ്, ബറിയൽ ഗ്രൗണ്ട്സ് ഓഫ് റോയൽസ് ആൻഡ് നോബിൾസ് വരുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, 2024 എന്തിൽ, യുനെസ്കോയിലെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. 2024 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് അറിയപ്പെടുന്നത് എന്താണ്, പിരമിഡ്സ് ഓഫ് ആസാം എന്നാണ് എന്ത് ഇതിനെ അറിയപ്പെടുന്നത്. മോയ് ഡാംസിന് അറിയപ്പെടുന്നത് പിരമിഡ്സ് ഓഫ് ആസാം എന്നാണ്. ഓക്കെ, സോ അതുകൊണ്ട് ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ സി ആണ്, 3 only മാത്രമായിരിക്കും. നെക്സ്റ്റ് വൺ, അറ്റ് ദ യുണൈറ്റഡ് നാഷൻസ് ഓഷൻ കോൺഫറൻസ് ഹെൽഡ് ഇൻ ജൂൺ 2025 in France, the Food and Agriculture Organization of the United Nations demonstrated its leading voice on marine and ocean issues, especially on sustainable fisheries and aquaculture for a resilient livelihood and blue transformation. Which of the following combinations about the 4 betters proposed by FAO or blue transformation is correct? Better production, better nutrition, better environment and better ocean. Second, better production, better nutrition, better environment and better life. C, better coral reefs, better nutrition, better environment and better life. D, better estuaries, better nutrition, better environment and better mangrove vegetation. So ഇതിന്റെ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബെറ്റർ പ്രൊഡക്ഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ എൻവയോൺമെൻറ്റ് ആൻഡ് ബെറ്റർ ലൈഫ്സ്. ഇതാണ് എന്ത് 4 ബെറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ലേക്ക് തുർക്കാന ഈസ് ഓർ കറക്റ്റ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡെസേർട്ട് ലേക്ക് ഇൻ ദ വേൾഡ്. സോ അത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ, ദ ലേക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സൗത്ത് സുഡാൻ എലോങ് ദ ഈസ്റ്റേൺ ഫ്രിഞ്ച് ഓഫ് ദ സഹാറ ഡെസേർട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ അവിടെയല്ല, ഇത് എവിടെയാണ്, നോർത്തേൺ കെനിയയാണ്. ഓക്കെ, സോ ആൻഡ് ആൾസോ അതിൻ്റെ ഫാർ നോർത്ത് എൻ്റെ എവിടെയാണ്, ഇറ്റ് ക്രോസിങ് ഇൻ ടു എത്യോപ്യ. ഓക്കെ, സോ ഇറ്റ് ക്രോസിങ് ഇൻ ടു എത്യോപ്യ. സോ അതാണെന്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവാൻ കാരണം. സോ സൗത്ത് സുഡാൻ അല്ല, പകരം എവിടെയാണ്, നോർത്ത് കെനിയാണ്. ആൻഡ് ആൾസോ ഇറ്റ്സ് ഫാർ നോർത്ത് ആൻഡ് ക്രോസിങ് ഇൻ ടു എത്യോപ്യ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. Then third one, the lake is listed as a UNESCO World Heritage Site and is also referred to as the Jade Sea. So അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരുന്നത്, ഓപ്ഷൻ ബി ആണ്, 1 and 3 only ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ, which one of the following is the first plant Vivo certified reducing emission from deforestation and forest degradation project in India? Okay, so Uttarakhand REDD plus project, ICIMOD Transboundary REDD plus project in northeastern Himalayas. Option C, Khasi Hills Community REDD plus project. Option D, Sikkim Mamle Kamarang Community REDD plus project. So ആൻസർ വരുന്നത് ഏതാണത്, ഓപ്ഷൻ സി ആണ്, ഖാസി ഹിൽസ് കമ്മ്യൂണിറ്റി REDD plus പ്രോജക്റ്റിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, റീസ്റ്റോർ degraded forest and conserve
biodiversity through community-led management and carbon financing. Okay. So ഇതെവിടെയാണ്? മേഘാലയാണ് ഈ കാസി ഹിൽസ് വരുന്നത്. സോ ഒബ്ജക്റ്റീവ് എന്താണ്? റീസ്റ്റോർ ഡീഗ്രേഡഡ് ഫോറസ്റ്റ് ആൻഡ് കൺസേർവ് ബയോഡൈവേഴ്സിറ്റി ത്രൂ കമ്മ്യൂണിറ്റി ലെഡ് മാനേജ്മെൻറ്റ് ആൻഡ് കാർബൺ ഫിനാൻസിങ്. സോ അതാണ് ഏത് കാസി ഹിൽസ് കമ്മ്യൂണിറ്റി REDD+ പ്രോജക്റ്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, which of the following statements with regard to genetic medicines is or are correct? Genetic medicine correct or compensate for the faulty genes responsible for diseases. Second one, engineered virus and lipid nanoparticles are used as carriers of the genetic medicine. Third one, genetic medicines alter the entire DNA sequences. So ആൻസർ വരുന്ന ഏതൊക്കെയാണ്? 1 ഉം 2 മാത്രമാണ് ആൻസർ വരുന്നത്. കാരണം ജനറ്റിക് മെഡിസിൻസ് എന്താണ്? എൻ്റെ DNA സീക്വൻസിനെ ആൾട്ടർ ചെയ്യുന്നില്ല. ഓക്കെ, പകരം എന്താണ്? ഇത് ഒരു ഹൈലി ടാർഗറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഹൈലി ടാർഗറ്റഡ് ആയിട്ടാണ് ജനറ്റിക് മെഡിസിൻ പറയുന്നത്. സോ അതുകൊണ്ട് എന്താണ്? എൻ്റെ DNA എന്താണ്? അത് മാറ്റുന്നില്ല, ഹൈലി ടാർഗറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? എയിംസ് ടു മോഡിഫൈ, റീപ്ലേസ്, സപ്ലിമെൻറ്റ് സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് DNA ആണ് പറയുന്നത്. സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് DNA. ഓക്കെ, അവിടെ എന്താണ്? സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് DNA പറയുന്നുണ്ട്, അല്ല എൻ്റെ DNA എന്താണ്? അത് ആൾട്ടർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ അതുകൊണ്ട് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്. 1 and 2 ഓൺലി ആയിരിക്കും. 1 ഉം 2 മാത്രമാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എൻ്റെ DNA സീക്വൻസിനെ മാറ്റുന്നില്ല, പകരം എന്താണ്? സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് DNA മാത്രമേ മാറ്റുന്നുള്ളൂ, പകരം ഇതെന്താണ്? കാരണം എന്താണ്? ഇത് ഹൈലി ടാർഗറ്റഡ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, which of the following statement with regard to large language models used in machine learning is or are correct? First one, LLMs assign probabilities to the next possible words and then pick the one with the highest probability. Second one, LLMs process data through mathematical optimization to minimize prediction errors. Third one, LLMs produce unbiased outputs. Select the answer using the code given below. സോ LLMസിനെ പറ്റി അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സോ ആൻസർ വരുന്നത് ഏതൊക്കെയാണ്? 1 and 2 ആണ് ഇവിടെ ശരി വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. കാരണം LLM പ്രൊഡ്യൂസ് അൺബയാസ്ഡ് ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്താണ്? ഈ അൺബയാസ്ഡ് ഔട്ട്പുട്ട്സ് ഒക്കെ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് AI പോലുള്ള ഇപ്പോഴും നമ്മുടെ പുതിയ രീതിയിലാണ്. AI പോലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെയാണത് അൺബയാസ്ഡ് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. LLMs എന്ന് പറയുന്നത് എന്താണ്? അത് ആംപ്ലിഫയിങ് ബയാസ് ആണ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? ട്രെയിനിങ് ഡേറ്റയാണ്. സോ അതുകൊണ്ട് എന്താണ്? അൺബയാസ്ഡ് ഔട്ട്പുട്ട്സ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ അൺബയാസ്ഡ് ഔട്ട്പുട്ട്സ് ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? AI പോലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. സോ അതുകൊണ്ട് എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 and 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് വൺ, which of the following statement with regard to stealth technology is or are correct? Stealth objects have a very small radar cross section and are coated with the radar absorbing material. Stealth objects can be detected using specific frequencies. Third one, stealth objects are coated with metamaterial to increase the scattering of electromagnetic radiation. So ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ഹാവ് എ വെരി സ്മോൾ റഡാർ ക്രോസ് സെക്ഷൻ ആൻഡ് ആർ കോട്ടഡ് വിത്ത് റഡാർ അബ്സോർബിംഗ് മെറ്റീരിയൽ. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. സെക്കൻഡ് വൺ, സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് എ സ്പെസിഫിക് ഫ്രീക്വൻസീസ്. അത് എന്താണ്? റൈറ്റ് ആൻസർ ആണ്. ദെൻ തേർഡ് വരുന്നത് എന്താണ്? ദ സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് ആർ കോട്ടഡ് വിത്ത് മെറ്റീരിയൽ ടു ഇൻക്രീസ് ദ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റെൽത്ത് കോട്ടിങ് ചെയ്യുന്നത് തന്നെ ജനറലി എന്തിനാണ്? ടു അബ്സോർബ് ഓർ മിനിമൈസ് scattering. Okay, absorbs or minimize scattering back to receiver. ഓക്കെ, അല്ലാണ്ട് എന്താണ്? ഇത് ഇൻക്രീസ് ചെയ്യാനല്ല, പകരം എന്താണ്? അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്. സ്കാറ്ററിങ് റെഡ്യൂസ് ചെയ്യുക യൂസ് ചെയ്യാനാണ് എന്താണ് സ്റ്റെൽത്ത് ഒബ്ജക്ട്സ് കോട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. 1 and 2 മാത്രമായിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. Next one, 44. Which of the following statements with regard to black boxes used in modern aircraft is or are correct? First one, they carry a beacon emitting red light pulses to facilitate underwater detection. So ഇതെന്താണ്? തെറ്റാണ്. കാരണം എന്താണ്? നമുക്കറിയാം ഇവിടെ എന്താണ്? റെഡ് ലൈറ്റ് പൾസസ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. പക്ഷേ റെഡ് ലൈറ്റ് ഉണ്ടായെങ്കിൽ എന്താണ്? അണ്ടർ വാട്ടർ ഡിറ്റക്ഷൻ ചെയ്യാൻ എന്താണ്? വളരെ പാടായിരിക്കും. കാരണം അത്രയും ദൂരം നിന്ന് എന്താണ്? ലൈറ്റ് ട്രാവൽ ചെയ്യാനുള്ളത്
അല്ലെങ്കിൽ എന്താണ് ഡീപ്പ് വാട്ടറിൽ എന്താണ് ലൈറ്റ് അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് എന്താണ് ട്രാവൽ ചെയ്യത്തില്ല സ്ട്രൈറ്റ് ആയിട്ട്. സോ അതുകൊണ്ട് അത് റോങ് ആണ്. സോ അതിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത്? ബ്ലാക്ക് ബോക്സ് ഒരു അണ്ടർ വാട്ടർ ലൊക്കേറ്റഡ് ബീക്കൺ. അത് എന്താണ് എമിറ്റ് ചെയ്യുന്നത്? അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക് അക്വാട്ടിക് പൾസസ്, അതായത് അതെന്താണ് സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആകുന്നത്. അപ്പോൾ അൾട്രാസോണിക് അക്വാസ്റ്റിക് പൾസസ് ആണ് എന്ത് ഇത് റിലീസ് ചെയ്യുന്നത്, പകരം റെഡ് ലൈറ്റ് അല്ല. സോ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ ദേ റെക്കോർഡ് ബോത്ത് ദ കോക്ക്പിറ്റ് വോയിസ് ആൻഡ് ഫ്ലൈറ്റ് ഡേറ്റ. ശരിയാണ്. ദെയർ മെമ്മറി യൂണിറ്റ്സ് ആർ മെയ്ഡ് യൂസിങ് എയ്തർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ ടൈറ്റാനിയം. അത് എന്താണ് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 1, 3 ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ഗ്രീൻ ഹൈഡ്രജൻ ഈസ് ഓർ ആർ കറക്റ്റ്? It is decarbonized hydrogen obtained from natural gas reforming combined with carbon capture and storage. Second one, it is produced using electrolysis of water with electricity generated by renewable energy. Third statement, National Green Hydrogen Mission of India aims for abatement of nearly 50 MMT of annual greenhouse gas emission by 2030. So, ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. So it is decarbonized hydrogen obtained from natural gas reforming combined with carbon capture and storage. So green hydrogen എന്ന് വെച്ചാൽ എന്താണ്? ഇത് നോർമലി ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് അല്ലാതെയാണ്, വിത്തൗട്ട് ഫോസിൽ ഫ്യൂൽസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഫോസിൽ ഫ്യൂൽസ് ആണ്. സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോൾ ഏതിനെ പറ്റിയാണ് പറയുന്നത്? അത് ഗ്രീൻ ഹൈഡ്രജനെ പറ്റിയല്ല, പകരം ഏതാണ്? ബ്ലൂ ഹൈഡ്രജനെയാണ് റെഫർ ചെയ്യുന്നത്. ബ്ലൂ ഹൈഡ്രജനെയാണ് എന്ത് ഇവിടെ റെഫർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ്, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ വിത്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ റിന്യൂവബിൾ എനർജി. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് പറയുന്നത്, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഓഫ് ഇന്ത്യ എയിംസ് ഫോർ അബാറ്റ്മെൻറ്റ് ഓഫ് നിയർലി 50 MMT ഓഫ് ആനുവൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ബൈ 2030. സോ അത് എന്താണ് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 2, 1, 3 only ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റിഗാർഡ് ടു ഇൻവോൾവ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് എൻറ്റിറ്റീസ് ഇൻ ഇന്ത്യ സ്പേസ് പ്രോഗ്രാം. First one, the Indian National Space Promotion and Authorization Center (INSpace) is an autonomous agency formed to facilitate participation of private entities. So അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, അഗ്നികുൽ കോസ്മോസ് ലോഞ്ച് ദ വേൾഡ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ് യൂസിങ് 3D പ്രിൻറ്റഡ് റോക്കറ്റ് എഞ്ചിൻ. അതും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് വൺ, സ്കൈറൂട്ട് എയറോസ്പേസ് ഹാസ് ഡെവലപ്ഡ് ലിക്വിഡ് ഫ്യൂൽ ഫോർ GSLV. അതെന്താണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്? സ്കൈറൂട്ട് എയറോസ്പേസ് എന്ന് വെച്ചാൽ എന്താണ്? അവരുടേതായിട്ടുള്ള സീരീസിലുള്ള റോക്കറ്റ്സാണ് ഇറക്കുന്നത്. അത് പ്രധാനമായിട്ടും വിക്രം സീരീസിലൊക്കെ ഉള്ള റോക്കറ്റ്സ് ഉണ്ട്, വിക്രം സീരീസ്. ഓക്കെ, സോ സ്കൈ റൂട്ട്സ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന വിക്രം സീരീസ് പോലുള്ള റോക്കറ്റ്സ് ആണ്. സോ അവർക്ക് വേണ്ടിയുള്ള കാര്യം എന്താണ്? അവരുണ്ടാക്കുന്നുണ്ട്. ബട്ട് ഇവിടെ GSLVക്കൊക്കെ ഇത് കൊടുക്കുന്നത് എന്താണ്? അത് ഇസ്രോയാണ് GSLV ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇസ്രോയാണ് GSLV ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതിൻ്റെ ലിക്വിഡ് ആൻഡ് ക്രയോജനിക് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഇസ്രോയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ ആണ്. ഇസ്രോയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്റർ. ഓക്കെ, സോ അതാണെന്ത് ഈ ലിക്വിഡ് ഫ്യൂൽ ഡെവലപ്പ് ചെയ്യുന്നത്. അത് സ്കൈറൂട്ട് എയറോസ്പേസ് അല്ല. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സ്കൈറൂട്ട് എന്ന് വെച്ചാൽ അവരെന്താണ് അവരുടേതായ സ്വന്തമായിട്ടുള്ള ഒരു സീരീസ് ഓഫ് റോക്കറ്റ്സ് ഉണ്ട്. അതിൻ്റെ പേരൊക്കെയാണ് എന്ത് വിക്രം സീരീസ് എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇവിടെ ഈ GSLVക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആരാണ്? ഇസ്രോ ആണ്. ഇസ്രോയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ ആണ് എന്ത് ഇസ്രോയ്ക്ക് വേണ്ടിയുള്ള ഈ ലിക്വിഡ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 and 2 only ആയിരിക്കും. ഓക്കെ, next one, which of the following statements with regard to drone swarms is or are correct? They use terahertz band of frequency to communicate with the command center. എന്താണ് ടെറാഹെർട്സ് ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ടെറാഹെർട്സ് യൂസ് ചെയ്യുന്നില്ല. ഡ്രോൺ സോൺസ് ടിപ്പിക്കലി എന്താണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് റേഡിയോ ഫ്രീക്വൻസി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് റേഡിയോ ഫ്രീക്വൻസിയാണിത് അവർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ് സാറ്റലൈറ്റ് ലിങ്ക്സ് ഇതാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എന്താണ് ഒരു ടെറാഹെർട്സ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ ഇൻഡിവിജ്വൽ ഡ്രോൺസ് ഇൻ ദ സ്വാം ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ഡ്രോൺസ് ഇൻ ദ സ്വാം. ശരിയാണ്. ദ GPS സ്പൂഫിംഗ് ഈസ് എ കോമൺലി യൂസ്ഡ് ടെക്നിക് ടു കൗണ്ടർ ഡ്രോൺ സ്വാംസ് അറ്റാക്ക്. അത് എന്താണ് ശരിയാണ്. സോ ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 2 and 3 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു ജീനോം ഇന്ത്യ പ്രോജക്ട് ഈസ് ഓർ ആർ കറക്റ്റ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് തെറ്റാണ്. കാരണം ജീനോം ഇന്ത്യ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ അല്ല. ഇതെന്താണ് ഒരു ഇൻഡിജിനസ് പ്രോജക്റ്റാണ്.
ഇൻഡിജിനസ് പ്രോജക്റ്റാണ്. ഓക്കെ, ജാനുവരി 2020 ഇത് റിലീസ് ആയത്. സോ ഇതെന്താണ്, ഒരു ഇൻഡിജിനസ് പ്രോജക്റ്റാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് പറയുന്നത് എന്താണ്, ദ പ്രോജക്റ്റ് ഈസ് ഫണ്ടഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ശരിയാണ്. ഇറ്റ്സ് പ്രൈമറി എയിം ഈസ് ടു ബിൽഡ് എ കാറ്റലോഗ് ഓഫ് ജനറ്റിക് ഡൈവേഴ്സിറ്റി ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ. അത് എന്താണ്, ശരിയാണ്. സോ 2 and 3 എന്താണ്, റൈറ്റ് ആണ്. സോ ആൻസർ വരുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ ബി ആണ്. 2 and 3 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു നാഷണൽ ക്വാണ്ടം മിഷൻ ഈസ് ഓർ ആർ കറക്റ്റ്? It aims at developing intermediate scale quantum computers with 50 to 1000 physical qubits. അത് ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് വൺ, ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻക്ലൂഡിംഗ് സെറ്റിംഗ് അപ്പ് ഓഫ് 4 തെമാറ്റിക് ഹബ്സ് ഇൻ അക്കാഡമിക് ആൻഡ് നാഷണൽ R&D ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ഇന്ത്യ. അത് എന്താണ്, ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ സി, ബോത്ത് 1 and 2 ആണ്. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റിഗാർഡ് ടു ഇന്ത്യസ് ഡീപ് ഓഷൻ മിഷൻ ഈസ് ഓർ കറക്റ്റ്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. കാരണം അത് ലോഞ്ച് ചെയ്ത ആരാണ്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ്. ഓക്കെ, സോ ഇത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് ലോഞ്ച് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലോങ് ആണ്. സെക്കൻഡ് വൺ, മത്സ്യ 6000 ഹാസ് ബീൻ ഡിസൈൻഡ് ടു ക്യാരി 3 people ഫോർ ഡീപ് സീ എക്സ്പ്ലോറേഷൻ. സമുദ്രയാൻ ഈസ് എ പ്രോജക്റ്റ് അണ്ടർ ദിസ് മിഷൻ. അത് എന്താണ്, ശരിയാണ്. 2 and 3 എന്താണ്, റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. 15th ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ 2026 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് സെക്ഷനിൽ അടുത്ത 50 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യും. നമ്മൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നോക്കുന്നില്ല, ജസ്റ്റ് ആൻസർ മാത്രമാണ് നോക്കി പോകുന്നത്. സോ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് 50 ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2024 അതുപോലെ 2025 ബാക്കി ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, in-built lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.